വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തെ പ്രധാന നേട്ടങ്ങൾ. അധികാരമേറ്റ ആദ്യ 100 ദിവസത്തിനുള്ളിൽ തന്നെ ജനജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട നിരവധി തീരുമാനങ്ങളാണ് വി.ഡി. സതീശൻ സർക്കാർ നടപ്പാക്കിയത്. സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സി സാധാരണ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച പ്രിയദർശിനി പദ്ധതി സർക്കാരിന്റെ ശ്രദ്ധേയമായ തീരുമാനമായി. ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും ഓണറേറിയം വർദ്ധിപ്പിച്ചു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചു. ക്ഷേമ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ തുടർന്നു. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ലഭിക്കുന്ന രീതിയിൽ DBT സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള നടപടികളും ആരംഭിച്ചു. ഓണക്കാലത്ത് ആവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിനും സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും സപ്ലൈകോ ഇടപെട്ടു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി അർഹരായ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം സഹായം പ്രഖ്യാപിച്ചു. ഇതിനായി 5 കോടി രൂപ അനുവദിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കി. ലഹരി വിതരണ ശൃംഖലകൾക്കെതിരെ വ്യാപകമായ പോലീസ് നടപടി സ്വീകരിക്കുകയും ആയിരക്കണക്കിന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേരളത്തിന്റെ സമുദ്രാധിഷ്ഠിത സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് മിഷൻ സമുദ്രയ്ക്ക് തുടക്കമിട്ടു. കേരളത്തിലെ അന്താരാഷ്ട്ര തുറമുഖങ്ങളെയും ചെറുകിട തുറമുഖങ്ങളെയും റോഡ്, റെയിൽ, ജലപാത സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ച് കേരളത്തെ വലിയ തുറമുഖാധിഷ്ഠിത സാമ്പത്തിക ശക്തിയാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 100 ദിന കർമ്മ പദ്ധതിയുടെ പുരോഗതി ജനങ്ങൾക്ക് നേരിട്ട് പരിശോധിക്കാനായി ഓപ്പൺ പോർട്ടൽ സംവിധാനം ആരംഭിച്ചു. സർക്കാരിന്റെ പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്ക് സുതാര്യമായി കാണാൻ കഴിയുന്ന സംവിധാനമാണിത്. അഡ്മിനിസ്ട്രേഷനിൽ ഡിജിറ്റൽ ഫസ്റ്റ് സമീപനം ശക്തമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ 2026-27 ബജറ്റിൽ 192 കോടി 20 ലക്ഷം രൂപ വകയിരുത്തി. ശാസ്ത്രീയ മുൻഗണനയും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമുള്ള പ്രതിരോധ നടപടികളും വേഗത്തിലാക്കാനുള്ള തീരുമാനങ്ങളും സർക്കാർ മുന്നോട്ട് വെച്ചു. അങ്ങനെ നോക്കുമ്പോൾ ആദ്യ 100 ദിവസം വലിയ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തിയ കാലയളവല്ല. സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും വയോജനങ്ങൾക്കും ദുരന്തബാധിതർക്കും സാധാരണ ജനങ്ങൾക്കും നേരിട്ട് പ്രയോജനപ്പെടുന്ന നിരവധി തീരുമാനങ്ങളുമായി പുതിയ ഭരണത്തിന്റെ ദിശ വ്യക്തമാക്കുന്ന കാലയളവാണിത്. ഇനി മുന്നിലുള്ളത് ഈ തീരുമാനങ്ങളെ കൂടുതൽ ശക്തമായി നടപ്പാക്കി കേരളത്തിന്റെ വികസനവും ജനക്ഷേമവും കൂടുതൽ വേഗത്തിലാക്കുക എന്നതാണ്. If you haven't subscribed to the Najeeb C. Nilambur channel yet, subscribe now. Thank you.